എൻ്റെ വീട് വെച്ചിട്ട് വീട് വിറ്റിട്ട് വേറെ വീട് വെച്ച് കൊടുത്ത ആളാണ് ഞാൻ. 15 വർഷം വാടക താമസിച്ചിട്ട് ഞാൻ വീട് വെച്ച്. ആ വീട് വിറ്റിട്ട് ഞാൻ 10 ലക്ഷം രൂപ മേലെ മുടക്കിയിട്ട് ഒരാൾക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തു, ഒരു ക്യാൻസർ പേഷ്യൻറ്റ്. ഒരു നേരത്തെ മരുന്ന് മേടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഞാനും എൻ്റെ വൈഫും കൂടി ചെന്നാൽ. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഈ പേഷ്യൻറ്റ് കിടക്കണം ഈ ഫ്ലെക്സ് വിരിച്ചൊരു വീട്, അതിൻ്റെ ഫ്ലെക്സ് ഇട്ടിട്ട് അതിലാണ് കിടക്കണത്. എൻ്റെ വൈഫിന് ഞാൻ നമുക്കൊരു കട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കട്ടിൽ വാങ്ങിക്കുമ്പോൾ വൈഫ് നമുക്കൊരു കുഞ്ഞു വീട് വെക്കാമെന്ന് പറഞ്ഞു. കാരണം 2 പെൺമക്കളാണ്. ഇവർ ബാത്റൂമിൽ പോകണമെപ്പോഴാണെന്ന് അറിയാം. വെളുപ്പിന് 4 മണിക്ക് അല്ലെങ്കിൽ 3:30 എണീറ്റിട്ട് പറമ്പിൽ പോകണം. തിരിച്ച് പിന്നെ പോകണമെങ്കിൽ നൈറ്റ് എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രി സ്ഥലത്ത് പോകണം. അപ്പോൾ വൈഫിനോട് ചേട്ടൻ നമുക്ക് കുഞ്ഞ് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് പറഞ്ഞു നമുക്ക് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടുകാരൊക്കെ വന്ന് ആൾക്കാരൊക്കെ വന്ന് നമുക്ക് എല്ലാവർക്കും കൂടി സഹകരിച്ച് വലിയ വീട് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു കല്ലെടുക്കാൻ ഒരാൾ വെച്ചിട്ടുണ്ടാവും, ഈ പിന്നെ ലേബർ ചാർജ് കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് കല്ലിട്ടെന്ന് എല്ലാവരും വന്നാൽ പിന്നെ ആരും വന്നില്ല. പിന്നെ ഞാനും വൈഫും എൻ്റെ ഈ പറഞ്ഞ പയ്യനും മദാനീസ് എന്ന് പറഞ്ഞാൽ അവന് മാത്രമേ ഉള്ളത്. അങ്ങനെ ഞാൻ തന്നെ നിന്ന് പണിത് 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, ബാത്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് ഒരു നല്ല വീട് അവർക്ക് വെച്ച് കൊടുത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ സുഖമായിട്ട് ടോയ്ലറ്റിൽ പോകും. അവർ കാര്യങ്ങൾ അവർ വിളിക്കാറുണ്ട്, വൈഫിനെ എന്നെ വിളിക്കാറുണ്ട്. നിങ്ങൾ എന്നിട്ട് വേറെ വീട് വെച്ചോ സ്വന്തം? ഞാൻ വാടകയ്ക്ക് ഇപ്പോഴും ഫ്ലാറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം വീട് വെക്കണ്ടേ? നമ്മൾ അത്രയും സെൽഫിഷ് അല്ല. ഞാൻ എൻ്റെ സന്തോഷം എൻ്റെ വൈഫിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ ലൈഫ്. ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു ചൂട് മുമ്പിലാത്തി. ഇപ്പം അടുത്ത വൈഫിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഞങ്ങൾ അടുത്ത സ്ഥലം മേടിച്ചിട്ട് ആ വീട് വെച്ചിട്ട് ആരോരും ഇല്ലാത്ത അമ്മമാരും ഞങ്ങളോട് താമസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് വെക്കാനായിട്ടാണ് ഇപ്പം എൻ്റെ വൈഫിൻ്റെ പ്ലാൻ. അത് തന്നെയാണ് എൻ്റെയും പ്ലാൻ. ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം.